ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിൽ ജൂൺ 5-ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയതാണ് സുനിത വില്യംസും സഹയാത്രികൻ ബൂച്ച് വിൽമോറും. 6 മാസം പിന്നിടുന്ന ബഹിരാകാശ വാസത്തിൽ US തെരഞ്ഞെടുപ്പും പിന്നിട്ട് ഒരു ക്രിസ്മസ് കാലവും ആയിരിക്കുന്നു. എന്തായാലും ആഘോഷങ്ങൾക്കൊന്നും കുറവുകളില്ല. ക്രിസ്മസ് സമ്മാനങ്ങളും ഭക്ഷണ സാമഗ്രികളുമൊക്കെ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രാഫ്റ്റിലൂടെ തിങ്കളാഴ്ച ISSലേക്ക് എത്തിച്ചു. സാന്റാ തൊപ്പി പോലുള്ളവയും സമ്മാനങ്ങൾ എത്തിയെങ്കിലും പ്രത്യേകമായി ഒരു ക്രിസ്മസ് കേക്കിനെ കുറിച്ച് പറയുന്നില്ല. അവധിക്കാല ഭക്ഷണ പാക്കേജുകളിൽ കേക്കുകൾ, കുക്കികൾ പോലുള്ള ഉത്സവ ട്രീറ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോളോ 8 ബഹിരാകാശ യാത്രികരായ ഫ്രാങ്ക് ബോമാൻ, ജെയിംസ് എ ലോവൽ, വില്യം എ ആൻഡേഴ്സ് എന്നിവർ 1968 ഡിസംബറിൽ ചന്ദ്രനെ വലം വെക്കുമ്പോൾ ബഹിരാകാശത്ത് ക്രിസ്മസ് ചെലവഴിച്ച ആദ്യ ക്രൂവായി മാറിയിട്ടുണ്ട്. 1973-ലും 74-ലും സ്കൈലാബ് ബഹിരാകാശ നിലയത്തിലെ തങ്ങളുടെ 84 ദിവസത്തെ റെക്കോർഡ് ദൗത്യത്തിനിടെ സ്കൈലാബ് 4 ബഹിരാകാശ യാത്രികരായ ജെറോൾഡ് പീക്കാർ, വില്യം ആർ പോക്, എഡ്വേർഡ് ജി ഗിബ്സൺ എന്നിവർ ബഹിരാകാശത്ത് ക്രിസ്മസ്, പുതുവത്സരം എന്നിവ ആഘോഷിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ സുനിത വില്യംസും ബൂച്ച് വിൽമോറും 2024 ജൂൺ 5 മുതൽ ISSലാണ് തുടരുന്നത്. സുനിതയുടെയും ബൂച്ച് വിൽമോറിന്റെയും ദൗത്യം 8 ദിവസത്തേക്കായിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാനായില്ല. അന്നു മുതൽ ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത്. ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്.